ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്ത കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച എല്ലാ സഭകളിലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഓർമ്മ തിരുനാളായി കൊണ്ടാടുന്ന ദിവസമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന മൂലക്കല്ലേ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം തിരുനാളായി കൊണ്ടാടുന്ന ഈ ദിവസത്തിൻ്റെ മംഗളങ്ങളും ദൈവാനുഗ്രഹവും ഒക്കെ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ആദ്യം പഠിച്ച പ്രാർത്ഥന കുടുംബങ്ങളിലെ കുരിശുവര പ്രാർത്ഥനയാണ്. നമ്മളെങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്? നമ്മൾ കുരിശ് വരയ്ക്കുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിലാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മളെ എല്ലാ പ്രാർത്ഥനകളും ഉപസംഹരിക്കുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിലാണ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ത്രിത്വൈക ദൈവത്തിലുള്ള അഭിഷേകത്തിൻ്റെ മാമുദിസ കൊണ്ടാണ്. നമ്മൾ മാമുദിസ നൽകുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിലാണ്. പിതാവിൻ്റെയും ആമേൻ, പുത്രൻ്റെയും ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോസഫ് ഈ കുഞ്ഞ് മാമുദിസ മുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകത്തുകയാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം. കത്തോലിക്ക വിശ്വാസ മതഗ്രന്ഥം 261 ആർട്ടിക്കിളിലെ ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അന്തർധാരയും പരിശുദ്ധ ത്രിത്വത്തിലുള്ള വലിയ വിശ്വാസമാണ്. പരിശുദ്ധ ത്രിത്വത്തിലുള്ള ഈ വിശ്വാസം ഇന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്ന ദിവസം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള, അതിൻ്റെ ആധ്യാത്മിക സമ്പത്തിനെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രധാനമായിട്ടും ഞാൻ 5 കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ത്രിത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസ സംഹിതയുടെ മഹാരഹസ്യമാണ്. കത്തോലിക്ക മതബോധന ഗ്രന്ഥം അതിനെ വിളിക്കുന്നത് ദ മിസ്റ്ററി ഓഫ് അവർ ഫെയ്ത്ത്. എന്താണ് മിസ്റ്ററി എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യനെ സുഗ്രാഹ്യമാകുന്ന ഒന്നല്ല പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം അതൊരു ആത്മാഭിഷേകമാണ്. അത് ഒരു ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അത്ഭുത സിദ്ധിയാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണാൻ ഇടയുള്ള ഒരു കഥയുണ്ട്. വിശുദ്ധനായ അഗസ്തീനോസ് തൻ്റെ മാനസാന്തരത്തിന് ശേഷം കത്തോലിക്ക വിശ്വാസ സംഹിതയെക്കുറിച്ചുള്ള തൻ്റെ പഠനങ്ങൾ ജനങ്ങൾക്ക് പ്രായോഗികമായിട്ട് സംലപ്തമാക്കാനായിട്ട് ധ്യാനപൂർവം പ്രാർത്ഥനാപൂർവം ചിന്തിച്ചു. അദ്ദേഹം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ചിന്തയിൽ വഴിമുട്ടി. അദ്ദേഹം എത്ര ആലോചിച്ചിട്ടും
അദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിക്ക്, അദ്ദേഹത്തിൻ്റെ കുശാഗ്ര ബുദ്ധിക്ക് സ്ത്രീത്വത്തിൻ്റെ രഹസ്യം വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് അസാധ്യമായി. അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ഒരു തീച്ചൂള പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. തൻ്റെ ബുദ്ധി കൊണ്ട് തനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എങ്ങനെ താൻ വിശ്വസിക്കുന്നുവെന്ന് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കും. കഥ ഇപ്രകാരമാണ്. മടുത്ത അദ്ദേഹം തൻ്റെ പഠനമുറി ഉപേക്ഷിച്ചിട്ട് കടൽ തീരത്ത് ഉലാത്തുകയായിരുന്നു. ഉലാത്തുന്ന വേളയിൽ അദ്ദേഹത്തിന് ആ കടലോരത്തൊരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഒരു പിഞ്ചു കുഞ്ഞ് ഒരു കുഴി കുത്തിയിട്ട് ഒരു കക്ക കൊണ്ട് കടലിൽ നിന്ന് വെള്ളം കോരി ഈ കുഴിയിൽ നിറയ്ക്കുന്നു. ഒരു പ്രാവശ്യം കോരി ഒഴിച്ച ശേഷം കുഞ്ഞ് മടങ്ങുകയാണ്. വീണ്ടും കടലിലെ തിരയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കക്ക കൊണ്ട് ഈ കുഴിയിൽ വന്നൊഴിക്കും. കൗതുകം തോന്നിയ അഗസ്തീനോസ് ഈ കുഞ്ഞിനോട് ആശ്ചര്യഭരിതരായിട്ട് ചോദിച്ചു, എൻ്റെ കുഞ്ഞെ നീ എന്താ കാണിക്കുന്നത്? ഈ കക്ക കൊണ്ട് ഈ കുഴിയിലെ കടലെ വറ്റിക്കാനാണോ? ആ കുഞ്ഞ് ഒരു പരിഹാസ ചിരിയോടുകൂടെ അഗസ്തീനോസിനോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് തല പൊണ്ണാക്കിയ ഈ കാര്യമുണ്ടല്ലോ, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള മഹാരഹസ്യത്തെക്കുറിച്ചുള്ള ബുദ്ധിപരമായിട്ടുള്ള വ്യാഖ്യാനത്തിലുള്ള പരിശ്രമം, അതിനേക്കാൾ എളുപ്പമാണ് ഈ കക്ക കൊണ്ട് ഈ കടലെ ഈ കുഴിയിൽ ഞാൻ കോരി ഒഴിക്കുന്നത്. അഗസ്തീനോസ് അതൊരു ദൈവിക ദർശനമായിട്ടാണ് കരുതിയത്. ദൈവം തനിക്ക് പരിശുദ്ധ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള രഹസ്യം വ്യാഖ്യാനിക്കാൻ ഒരു മാലാഖയെ കടൽ തീരത്ത് അയച്ചതായിട്ടാണ് വിശുദ്ധനായ അഗസ്തീനോസ് അതേക്കുറിച്ച് കരുതുന്നത്. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു രഹസ്യം പരിശുദ്ധ സ്ത്രീത്വം, അതേക്കുറിച്ചുള്ള അറിവ് എൻ്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ചെറുതല്ല. രഹസ്യമെന്ന് പറയുമ്പോൾ അത് സുഗ്രാഹ്യമല്ലെന്നുള്ള അർത്ഥത്തിലല്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ കരുത്തുകൊണ്ട് ഞാനും നിങ്ങളും ഗ്രഹിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള വിശ്വാസ ഖണ്ഡിക. ദൈവം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഞാനും നിങ്ങളും അറിയാൻ പരിശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ അറിവിൻ്റെ പരിശ്രമത്തിന് ഒരു പരിധി ഉണ്ടെന്നുള്ളത് ഞാനും നിങ്ങൾ തിരിച്ചറിയണം. ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിസ്സഹായനായ മനുഷ്യൻ തമ്പുരാൻ്റെ മുൻപിൽ കരം കൂപ്പി, ദൈവമേ നീ ആരാണെന്ന് ചോദിക്കാൻ മോശയെപ്പോലെ സന്നദ്ധനാകണം. നീ ആരാണ്? നിൻ്റെ ദൈവീക നാമം എന്താണ്? ഞാൻ ആയിരിക്കുന്നവനാണെന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയോട് പറഞ്ഞു. ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുണ്ട്, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള അറിവ് ദൈവനിവേശിതമാണ്. അത് മനുഷ്യൻ്റെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ കരുത്തുകൊണ്ടോ നേടിയെടുക്കാവുന്ന ഒന്നല്ല. അത് ദൈവം എനിക്കും നിങ്ങൾക്കും അഭിഷേകമായി നൽകേണ്ടതാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകട്ടെ. രണ്ടാമതായിട്ട് എനിക്കിവിടെ പറയാൻ ആഗ്രഹമുള്ള പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ഒരു കാര്യം, ദൈവം ആയിരിക്കുന്നത് പോലെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ വചനം ഇപ്രകാരമാണ്: ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയും ദൈവത്തിൻ്റെ സാദൃശ്യവും, ഒരുപക്ഷെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിലും മനുഷ്യനുള്ള കൂട്ടു പങ്കാളിത്തമാണ് ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം. ദൈവം
ആയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയിലാണ്. ദൈവം സ്നേഹമാണെന്ന് യോഹന്നാൻ അപ്പസ്തോലൻ എത്രയോ വ്യക്തമായിട്ട് പറയുന്നു. ദൈവം സ്നേഹമാണ്. ഈ സ്നേഹം കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, അത് നിർഗളമായിട്ട് ഒഴുകുന്ന ജലപ്രവാഹമാണ്. അതാർക്കും കൊടുക്കാതെ എടുത്തു വയ്ക്കുന്ന ഒന്നല്ല, അത് പങ്കിടുന്നൊരു സ്നേഹമാണ്, അത് കൊടുക്കുന്നൊരു സ്നേഹമാണ്. പിതാവായ ദൈവം തൻ്റെ സ്നേഹം മനുഷ്യർക്ക് പങ്കിട്ടതാണ് പുത്രൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനം ഒരുപക്ഷെ സുവിശേഷങ്ങളിലെ തന്നെ ന്യൂക്ലിയസാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഒറ്റ മനുഷ്യനും നശിച്ചു പോകാൻ പാടില്ലെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളത് കൊണ്ട് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രയ്ക്കധികമായിട്ട് ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം കരകവിഞ്ഞൊഴുകുന്നതാണ് പുത്രൻ. പിതാവും പുത്രനും അവരുടെ സ്നേഹം നമുക്ക് നൽകുന്ന കരത്തിൻ്റെ കരുത്താണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമ്മളായിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അത് ദൈവീകമായ അസ്തിത്വത്തിൻ്റെ തുടർച്ചയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആദാമിൽ നിന്നാണ്. ആദാമിൻ്റെ നാസാതന്ത്രികളിലേക്ക് ദൈവം ജീവൻ്റെ ആത്മാവിനെ കടത്തിവിട്ടു. മണ്ണ് മനുഷ്യനായത് അപ്പോഴാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ വസിക്കുന്നു. മനുഷ്യനിൽ നിന്ന് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. ആദാമിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെ സുഗന്ധമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സിനഡിന് ശേഷമുള്ള അപ്പസ്തോലിക പഠനരേഖയിൽ പറയുന്നുണ്ട് ഇപ്രകാരം: ദൈവം കുടുംബത്തിലെ ചൊരിയുന്ന സ്നേഹം ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ സ്നേഹമാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും സ്നേഹം പങ്കിടുമ്പോൾ ആ സ്നേഹത്തിൽ ജീവൻ സ്പന്ദിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഒരുപക്ഷെ ആ സ്നേഹം ത്രിത്വൈക ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമുള്ള എൻ്റെയും നിങ്ങളുടെയും കൂട്ടുപങ്കാളിത്തമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ദൈവത്തെ പോലെ സ്നേഹം സ്വീകരിക്കുന്നവനും സ്നേഹം കൊടുക്കുന്നവനുമാണ്. എനിക്കും നിങ്ങൾക്കും സ്നേഹം കൊടുക്കാൻ കഴിവുണ്ട്. ത്രിത്വൈക ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലുമുള്ള ഈ കൂട്ടുപങ്കാളിത്തം, അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് സ്നേഹത്തിൻ്റെ സുഗന്ധമെന്ന അമോരിസ് ലെത്തീസിയ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നത്, സ്നേഹം പങ്കിടുന്നിടത്തൊക്കെ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മ സംജാതമാകുന്നു. സ്നേഹം വേർപെടുന്നിടത്തൊക്കെ ത്രിത്വൈക ദൈവം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഭാര്യ ഭർത്താവിനോട് ചേർന്നിരിക്കും, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ഭാര്യയും ഭർത്താവും പങ്കിടുന്ന സ്നേഹത്തിലെ നിങ്ങൾക്ക് നൽകപ്പെടുന്ന കുഞ്ഞുങ്ങളിലെ, ആ കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മയിലെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ താളക്രമത്തിലെ, അതിൻ്റെ ശ്രുതിബദ്ധതയിലെ, അവിടെയെല്ലാം ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സഹവാസമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ 3 ദൈവങ്ങളിലുള്ള ഒരു ബഹുദൈവ വിശ്വാസമാണെന്നുള്ള തെറ്റിദ്ധാരണ സഭയുടെ പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ രഹസ്യത്തിലുള്ള അവരുടെ ആശയക്കുഴപ്പങ്ങൾ അത് തീർക്കാനായിട്ട് ജനങ്ങൾക്ക് വേണ്ടി അവർ ചില സാദൃശ്യങ്ങൾ, ചില കമ്പാരിസൺസ് കൊണ്ടുവരാറുണ്ട്. അവർ പറയുന്ന ഒരു കമ്പാരിസൺ, സൂര്യൻ പിതാവിനെ പോലെയാണ്. സൂര്യൻ്റെ പ്രകാശം പുത്രനെ പോലെയാണ്. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ചൂട് അത് പരിശുദ്ധാത്മാവിനെ പോലെയാണ്. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, സൂര്യനും
സൂര്യൻ്റെ പ്രകാശവും സൂര്യൻ്റെ ചൂടും തമ്മിൽ എനിക്ക് നിങ്ങൾക്ക് വേർതിരിക്കാൻ സാധിക്കുകയില്ല. സൂര്യനില്ലെങ്കിൽ പ്രകാശമില്ല, സൂര്യനും പ്രകാശവും ഇല്ലെങ്കിൽ ചൂടില്ല. ഇത് മൂന്നും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സഭാപിതാക്കന്മാർ ഈ യാഥാർത്ഥ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അവർ തുല്യരാണ്. അവർ തമ്മിൽ മുൻപോ പിൻപോ എന്ന വ്യത്യാസമില്ല. സൂര്യനുള്ളപ്പോഴൊക്കെ പ്രകാശം ഉണ്ടായിട്ടുണ്ട്, പ്രകാശമുള്ളപ്പോഴൊക്കെ ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ തീനാക്കുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേലെ ആവസിച്ചുവെന്ന് പറയുന്നില്ലേ? അതുകൊണ്ട് മൂന്ന് ദൈവങ്ങളിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം മൂന്ന് വ്യക്തികളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ ത്രിത്വൈക ദൈവം ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ദൈവം ത്രിത്വവും അതേസമയം ഏകവുമാണ്. ദ ട്രിനിറ്റി എന്ന പ്രയോഗം ഉണ്ടല്ലോ, ത്രിത്വൈക ദൈവം, അത് ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തവും സംഭാവനയുമാണ്. ദൈവം ത്രിത്വൈക ദൈവമാണ്. അതുകൊണ്ട് തന്നെ പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു ദൈവം മൂന്നാകുന്നത്? സത്യത്തിൽ നമ്മൾ ഒരു ദൈവം മൂന്നാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? സഭാപിതാക്കന്മാർ പറയുന്ന മറ്റൊരു വലിയ സാധർമ്മ്യമുണ്ട്. ആ സാധർമ്മ്യം നിങ്ങൾക്കറിയാം. വെള്ളം, അതിൻ്റെ കെമിക്കൽ നെയിം H2O എന്നാണ്. 2 ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളും കൂടുന്നതാണ് വെള്ളം. പക്ഷെ വെള്ളം നിങ്ങൾക്കറിയാമോ, നീരാവിയിലുണ്ട്. നീരാവിയാണ് വെള്ളമായിട്ട് പെയ്യുന്നത്. വെള്ളം ഐസാണ്. നീരാവി വെള്ളമാകുന്നു, വെള്ളം ഐസാകുന്നു. പക്ഷെ കെമിക്കലായിട്ട് മൂന്നൊന്നാണ്. അതുകൊണ്ട് തന്നെ ചിലർ പറയാറുണ്ട്, ദൈവത്തിൻ്റെ അസ്തിത്വം സമാനതകളില്ലാത്ത വിധത്തിൽ തുല്യതയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ തുല്യതയിൽ വ്യത്യാസമില്ല. അവിടെ ദൗത്യത്തിൽ വ്യത്യാസമുണ്ട്. പിതാവ് നമുക്ക് അപ്പനാണ്. ഈശോ തന്നെ പറഞ്ഞില്ല, ആബാ പിതാവേ. അവൻ നമുക്ക് പിതാവാണ്. പുത്രൻ നമുക്ക് രക്ഷകനാണ്. നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ മുറിച്ച് പങ്കിട്ട, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. നിങ്ങൾ അസ്വസ്ഥപ്പെടുമ്പോൾ, നിങ്ങൾ ചിതറിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിൻ്റെ കരുത്താണ്, നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിൻ്റെ ചൂടാണ്, ആവേശമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ത്രിത്വൈക ദൈവത്തിലുള്ള ഈ കാഴ്ചപ്പാട് കുറേ കൂടെ ഭംഗിയാക്കാനായിട്ട് പരിശ്രമിക്കണം. ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള 4-ാമത്തെ ഒരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ഇത് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാൻ ജോർദാൻ നദിയിൽ വരുന്നു. എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ ആവിഷ്കാരം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ ഒഴുകുന്ന ജോർദാൻ നദിയിലെ വെള്ളം കർത്താവിൻ്റെ ശിരസിലൊഴിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു. പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഒരുപക്ഷെ ത്രിത്വൈക ദൈവം നമുക്ക് ഏറ്റവും സ്പഷ്ടമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്ന ഒരു മുഹൂർത്തമാണത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളുടെ കർത്താവ് സ്വർഗാരോഹണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യം കൊടുത്തു. ആ ദൗത്യം കൊടുത്തത് എന്താണ്? നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളിൽ പോയിട്ട് അവസാനം വരെ സുവിശേഷം അറിയിക്കുക. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ മാമോദീസ നൽകുവിൻ.
ഈ ട്രിനിറ്റേറിയൻ ഫോർമുല എല്ലാ സഭകളും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു ഫോർമുലയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ മാമുദിസ നൽകുവിൻ. നമ്മുടെ വൈദികരും നമ്മുടെ പിതാക്കന്മാരൊക്കെ ജനങ്ങൾക്ക് നൽകുന്ന പൗളൈൻ സല്യൂട്ടേഷൻ്റെ ബ്ലെസ്സിങ് എത്ര മനോഹരമാണത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനമാണത്. അപ്പസ്തോലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പിതാവിൽ നിന്ന് നൽകപ്പെട്ടതും പുത്രനിലൂടെ എനിക്ക് നൽകപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ തുടരുന്നതുമായിട്ടുള്ള ഈ ദൗത്യമാണ് എൻ്റെ സുവിശേഷ പ്രഘോഷണം. അവസാനമായിട്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധ ത്രിത്വം ധ്യാനിക്കാനും ആരാധിക്കുവാനുമുള്ള ഒരു യാഥാർത്ഥ്യം എന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കാനുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് പരിശുദ്ധ ത്രിത്വം എനിക്കും നിങ്ങളുടെയും മുൻപിൽ ജീവിക്കാനുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്? അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദാനങ്ങളിൽ വൈവിധ്യമുണ്ട്, പക്ഷെ കർത്താവ് ഒന്നാണ്. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ട്, പക്ഷെ ദൈവം ഒന്നാണ്. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും എല്ലാം ഒന്നിച്ച് കൂടുന്ന ഈ കൂട്ടായ്മയുടെ ഒരു മഹാരഹസ്യം അത് ത്രിത്വൈക ദൈവത്തിൻ്റെ ആധ്യാത്മികതയുടെ തുടർച്ചയാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ ഏറ്റവും വലിയ സംഭാവന 2 പ്രയോഗങ്ങളാണ്: കമ്മ്യൂണിയൻ ആൻഡ് കോറസ്പോൺസിബിലിറ്റി. ഞാനും നിങ്ങളും പരസ്പരം പൂരകങ്ങളാണ്, ഭാര്യയും ഭർത്താവും പൂരകങ്ങളാണ്. ഒരു വൈദികനും വൈദികൻ്റെ ദൈവജനവും പൂരകങ്ങളാണ്. ഒരു പിതാവും ഒരു പിതാവിൻ്റെ രൂപതയിലെ ജനങ്ങളും പൂരകങ്ങളാണ്. പൂരകങ്ങളായിട്ട് വർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ. ഒരു സ്ത്രീയുടെ ദൗത്യം അല്ല ഒരു പുരുഷൻ്റെ ദൗത്യം, ഒരു വൈദികൻ്റെ ദൗത്യമല്ല ഒരു അൽമായൻ്റെ ദൗത്യം. നമുക്ക് നൽകപ്പെട്ട കഴിവുകളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് സഭ പടുത്തുയർത്താനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പരിശ്രമമുണ്ടല്ലോ, ആ പരിശ്രമമാണ് ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ആധ്യാത്മികത ദൗത്യം. സഭയുടെ സുവിശേഷ ദൗത്യം അച്ഛന്മാരും കന്യാസ്ത്രീകളും മാത്രം നടത്തേണ്ട ഒരു ദൗത്യമല്ല. അതിൽ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും വക്കീൽമാർക്കും വിദ്യാർത്ഥികൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ പങ്കാളിത്തമുണ്ട്. നിങ്ങൾക്ക് നൽകപ്പെട്ട ദൗത്യം, പിതാവിൽ നിന്ന് ലഭിച്ച ദൗത്യം പുത്രൻ നിർവഹിച്ചതുപോലെ, പുത്രൻ്റെ ദൗത്യം പരിശുദ്ധാത്മാവ് നിർവഹിച്ചതുപോലെ ഈ ദൗത്യം ഞാനും നിങ്ങളും സഭയുടെ കൂട്ടായ്മയിലും കൂട്ടുപണിയിലൂടെയും കൂട്ടുത്തരവാദിത്വത്തിലൂടെയും തുടരുകയാണ്. എവിടെയാണോ ഈ കൂട്ടായ്മ തകർക്കപ്പെടുന്നത് അവിടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. തകർന്ന കുടുംബങ്ങൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഭാര്യയും ഭർത്താവും വഴക്കിട്ട് പോകുന്നു, മക്കളെ ഉപേക്ഷിക്കുന്നു, ഞാൻ എനിക്ക് തോന്നിയതുപോലെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയുടെ ദൗത്യം പരാജയപ്പെടുകയാണ്. ഞാനെപ്പോഴും എന്നെ കാണാൻ വരുന്ന തകർന്ന കുടുംബങ്ങളോടൊക്കെ സങ്കടത്തോടുകൂടെ പറയാറുണ്ട്, നിങ്ങൾ വേർപെട്ടു പോകുമ്പോൾ കർത്താവിൻ്റെ അസ്തിത്വത്തെയും ത്രിത്വൈക ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെയുമാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഒരുപക്ഷേ തിരുസ്വരൂപങ്ങൾ തകർക്കപ്പെടുന്നു, പള്ളികൾ തകർക്കപ്പെടുന്നു, അതേക്കുറിച്ച് ആളുകൾക്ക് ഇന്ന് ഒരുപാട് ദുഃഖമുണ്ട്. പക്ഷെ നമ്മൾ ത്രിത്വൈക ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും ആ വലിയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തകർക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ത്രിത്വൈക ദൈവത്തോടുള്ള ചോദ്യം ചെയ്യലാണ്, കയ്യേറ്റമാണ്. അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടി നല്ല ദിവസം എനിക്കും നിങ്ങൾക്കൊരു ആധ്യാത്മികത ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ ഷാലോമിൽ നിന്നോട് സംസാരിക്കുന്നു. ഷാലോമിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്നത് ഒരു വലിയ സംഘം അൽമായരാണ്. ഞാനതിൽ സഹകരിക്കുന്നത് വഴി ഈ ദൗത്യത്തിൻ്റെ പൂർണ്ണത സഭയുടെ പടുത്തുയർത്തലിന് കാരണമാകുന്നു. എന്നെ കേൾക്കുന്ന ഡോക്ടർമാരോടും എഞ്ചിനീയർമാരോടും വക്കീൽമാരോടും അധ്യാപകരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ദൗത്യം ത്രിത്വൈക ദൈവത്തിൻ്റെ ദൗത്യം തുടരാനുള്ള വിളിയാണ്. ഈ കൂട്ടായ്മ പരസ്പരം പൂരകങ്ങളായി നമുക്ക് കൊണ്ടാടാൻ കഴിയട്ടെ. അങ്ങനെ ഒരു സമൂഹഗാനം
ഒന്നിച്ചു പാടാൻ നമുക്ക് കഴിയട്ടെ. ത്രിത്വൈക ദൈവത്തിൻ്റെ ശ്രുതി തെറ്റിക്കാതെ, താളം തെറ്റിക്കാതെ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ മുൻപിലെ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്തുതിയും പുകഴ്ചയും ആരാധനയുമായി തീരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയായിട്ട് സ്വീകരിക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ ഈ തിരുനാൾ ദിനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ആത്മീയ ഉണർവിൻ്റെ ആഘോഷത്തിൻ്റെ തിരുനാളായിട്ട് മാറും. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.